എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ്. ഇത് 1/2 കിലോ ബീൻസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മൾ പാത്രത്തിലിട്ട് അല്പം മഞ്ഞളും ഉപ്പും ഇട്ട് 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. അപ്പോൾ എന്തെങ്കിലും കീടോ പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി വൃത്തിയായി കഴുകിയതിന് ശേഷം 2 വശത്തെ ഞെടുപ്പ് കണ്ടിച്ച് കളയണം, അല്ലെ ഊരിക്കളഞ്ഞാലും മതി. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ബീൻസ് തോരന് കൂടുതൽ ചേരുവകളൊന്നുമില്ല. ഇത് ചെറുതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ഏറ്റവും നല്ല രുചിയായി. ഇതിനകത്ത് 2 സവോള എടുത്ത് വൃത്തിയായി ചെറുതായി അരിഞ്ഞ് ഈ ബീൻസ് തോരനകത്ത് കിടണം. പിന്നെ 5 പച്ചമുളക് 4ആയിട്ട് കീറി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അടുത്തത് തേങ്ങാപ്പീരയാണ്. ഇത് 1 മുറിയാണ്. അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതും ചിരകിയതിന് ശേഷം ഇത് മിക്സ് ചെയ്യുക. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പുപൊടി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പില റെഡിയാക്കുക. അത് 2ആയിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ടതിന് ശേഷം കൈയും കൊണ്ട് ശരിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പിടിക്കുകയും ചെയ്യും. അതിന് നമ്മൾ ബൗളിലിട്ട് ഇളക്കുന്നതിന് സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ ഇതിനകത്ത് തന്നെ ഒന്ന് മിക്സ് ആയി കൊടുക്കുമ്പോൾ അതിന് എല്ലാ വശങ്ങളും അതിൻ്റെ അകത്തെ മെറ്റീരിയൽസ് എല്ലാം പിടിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം മിക്സ് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പാകം ചെയ്യുന്ന ചീനിച്ചട്ടിയിലേക്ക് ഇടുകയാണ്. പാകം ചെയ്യാനുള്ള ചട്ടി ചൂടായി വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അല്പം കടുക്, ഇതിൻ്റെ പാകമായിട്ടുള്ള കടുക് അതിനകത്ത് ഇടണം. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി കഴിയാറാവുമ്പോഴത്തേനും ഒരു 3 വറ്റൽമുളക് 2 പീസായിട്ട് അതിൽ ചേർക്കുക. അതിൽ ഒന്ന് മിക്സായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടു. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. കരിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ ബീൻസ് തോരൻ അതിനകത്തിടണം. ഇട്ട് ശരിയായിട്ടൊന്ന് ഇളക്കണം. വീണ്ടും ഇളക്കിക്കഴിഞ്ഞ് മിക്സ് ആയല്ലോ. ഇനി ഈ ചട്ടിയുടെ അടിവശത്ത് പിടിക്കാതിരിക്കാൻ നമ്മൾ അല്പം വെള്ളമെടുത്ത് കുടഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവി അങ്ങനെ പല വശത്തേക്കും പോവാതെ അതിനകത്ത് തന്നെ ഉൾക്കൊണ്ടിരിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടച്ചു വെക്കുക. ഇത്ര മാത്രമേ ഈ ബീൻസ് തോരന് പണിയുള്ളൂ. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് അടപ്പ് തുറന്ന് നോക്കുക. ആവി വരുന്നുണ്ടല്ലോ, ഒന്നുകൂടെ ഇളക്കുക. ഇളക്കി മറിച്ചിടുക. ഇളക്കി മറിച്ചിട്ടതിന് ശേഷം അതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നേരത്തെ നമ്മൾ ഒരു ചെറിയ സ്പൂൺ ഉപ്പിട്ടായിരുന്നു, അത് പാകമല്ല. അല്പം കൂടെ ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പുണ്ടെങ്കിൽ നിർത്തുക. വീണ്ടും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെക്കുക. ആവി കയറ്റുക. ഒരു 5 മിനിറ്റോ 7 മിനിറ്റോ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തുറന്നു നോക്കുക. ഏകദേശം വെന്തതായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ ഇതുകൊണ്ട് അവസാനിച്ചു ബീൻസ്. അത് വൃത്തിയായിട്ട് ഇളക്കിയതിന് ശേഷം അല്പം വേവ് കുറവുണ്ടെങ്കിൽ വീണ്ടും 1 2 3 മിനിറ്റ് ഒന്നും കൂടെ ആവി കയറ്റുന്നല്ല നല്ലതായിരിക്കും. അതുപോലെ എപ്പോഴും ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അടിവശം മുഴുവൻ കരിഞ്ഞു പോകും. അപ്പോൾ അതിനെ ആ തോരനെ മുഴുവൻ അത് ബാധിക്കും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ നമ്മൾ അല്പം സമയമെടുത്താലും ശരി അത് പാകമാകുന്ന വരെ തന്നെ നമ്മളവിടെ ശ്രദ്ധിക്കണം. ശരിയായി പാകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കുക. ഉപ്പെല്ലാം കറക്റ്റാണ്, എല്ലാം ചേരുവകളെല്ലാം ചേർന്നല്ലോ. അല്പം പാത്രത്തിലെടുത്ത് ടേസ്റ്റ് നോക്കുക. എല്ലാം വെന്തതായിട്ട് തോന്നുന്നു. തൃപ്തികരമായെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിനി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്.
ഇങ്ങനെ നമുക്ക് നല്ലൊരു ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ബീൻസ് തോരൻ ഉണ്ടാക്കാം. എല്ലാവരും ചെയ്യുക, പഠിക്കുക. താങ്ക് യു.